ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ അവസാനം മുതൽ 5-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ കൂടി നമുക്കിനി വായിക്കാം. ഞാൻ 4:32 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏകമനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവർ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥരായവർ ഒക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തന് അവനവൻ്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. പ്രബോധനപുത്രൻ എന്ന അർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്രദ്വീപുകാരനായ യോസഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. 5:1. എന്നാൽ അനന്യാസ് എന്നു പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീരിയോടുകൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറേ എടുത്തു വെച്ചു ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറേ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സുവെച്ചതെന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്ര നീ വ്യാജം കാണിച്ചതെന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്കെല്ലാവർക്കും മഹാഭയമുണ്ടായി. ബാല്യക്കാർ എഴുന്നേറ്റ് അവനെ ശീല പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഏകദേശം 3 മണി നേരം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ ഈ സംഭവിച്ചതൊന്നും അറിയാതെ അകത്തു വന്നു. പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിങ്ങൾ നിലം വിറ്റത് പറക എന്ന് പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. പത്രോസ് അവളോട്, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽ വാതിൽക്കലുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഉടനെ അവൾ അവൻ്റെ കാൽക്കൽ വീണ് പ്രാണനെ വിട്ടു. ബാല്യക്കാർ അകത്തു വന്ന് അവൾ മരിച്ചു എന്ന് കണ്ട് പുറത്തു കൊണ്ടുപോയി ഭർത്താവിൻ്റെ അരികെ കുഴിച്ചിട്ടു. സർവ്വസഭയ്ക്കും ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയം ഉണ്ടായി. അപ്പോസ്തലന്മാർ ധൈര്യത്തോടെ ദൈവവചനം പ്രസ്താവിക്കുന്നു. ഭീഷണികളൊന്നും അവരെ പിന്തിരിപ്പിച്ചില്ല. മഹാശക്തിയോടെ കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് അവർ സാക്ഷ്യം പറഞ്ഞു. യേശുവിനെ അടക്കം ചെയ്ത യെരുശലേം പട്ടണത്തിൽ തന്നെയാണ് അവർ ചെയ്തതെന്ന് ഓർക്കണം. ദൈവം അവർക്ക് ധാരാളം കൃപ കൊടുത്തു. ഇനി പ്രസംഗിച്ചാൽ മാത്രം പോരല്ലോ, ജീവിക്കണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ, എവിടെയെങ്കിലും താമസിക്കണ്ടേ. 34-ാം വാക്യത്തിൽ കാണുന്നത് മുട്ടുള്ളവർ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം അവർക്കുണ്ടായിരുന്ന പല വസ്തുവകകളും അവർ വിറ്റ് ആ പണം കൊണ്ടുപോയി അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. ആ പണം കൊണ്ടാണ് അവരുടെ ആവശ്യങ്ങൾ നടന്നിരുന്നത്. അപ്പോസ്തലന്മാരാണ് പണം അല്ലെങ്കിൽ ഭൗതികമായ നന്മകൾ ആളുകൾക്ക് വിഭാഗിച്ച് കൊടുത്തിരുന്നത്. ബർന്നബാസ് എന്ന് പേരുള്ള ഒരു വ്യക്തി, യോസഫ് എന്നാണ് അവൻ്റെ പേര്, അവന് അപ്പോസ്തലന്മാർ പ്രബോധനപുത്രൻ ബർന്നബാസ് എന്ന് പേരിട്ടു. അവൻ ആളുകളെ ഉത്തേജിപ്പിക്കുന്ന, എൻകറേജ് ചെയ്യുന്ന ഒരാളായിരുന്നു. ലേവ്യനാണ്. തൻ്റെ സ്ഥലം വിറ്റപ്പോൾ വളരെയധികം പണം കിട്ടി. അത് വളരെയധികം പണം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയാൻ കാരണം, അത് ഈ എഴുതിയ ആൾ അല്ലെങ്കിൽ എഴുതിയ ആളോട് ഈ സംഭവം പറഞ്ഞ ആൾ അത് നോട്ടീസ് ചെയ്തു. അത്രയധികം പണം ഉണ്ടായിരുന്നു. അത് മറ്റുള്ളവർ അറിഞ്ഞു. ഇത് കണ്ടതുകൊണ്ടായിരിക്കാം മറ്റ് ചിലരും ഇത് ചെയ്യാൻ ഒരുങ്ങി. ബർന്നബാസ് തനിക്ക് കിട്ടിയ പണം മുഴുവൻ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. അപ്പോൾ അതൊരു നല്ല മാതൃകയാണെന്ന് പലർക്കും തോന്നി. പലർക്കും അത് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഒരു പ്രശ്നം, ഉള്ള പൈസ മുഴുവൻ കൊടുത്താൽ നമ്മൾ എങ്ങനെ ജീവിക്കുമെന്ന സംശയം ചിലർക്കുണ്ടായിരുന്നു. ഇത്തരത്തിലുണ്ടായിരുന്ന ഒരാളാണ് അനന്യാസ്. സ്ഥാപനം സ്ഥലം വിറ്റു. പക്ഷെ ഇത്രയും പണം അപ്പോസ്തലന്മാർക്ക് കൊടുക്കണോ? കുറച്ചെടുത്ത് വെച്ചിട്ട് ബാക്കി കൊടുക്കാം
എന്ന് അയാൾക്ക് തോന്നി. അയാളത് ഭാര്യയോട് പറഞ്ഞു. ഭാര്യയും സമ്മതിച്ചു. എന്തൊരു ഒത്തൊരുമ അല്ലേ! നല്ല കാര്യം ചെയ്യാൻ പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിക്കാറില്ല. എന്നാൽ ഇവിടെ തെറ്റായ ഒരു കാര്യം ചെയ്യാൻ അവർ ഒന്നിച്ചു. അവർ രണ്ടുപേരും കൂടി പണം കുറേ എടുത്തു പോയി വച്ചിട്ട് ബാക്കി പണം കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു. അപ്പോൾ ഇത് കാൽക്കൽ കൊണ്ട് വയ്ക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവർ കാണുന്ന കാര്യമാണ്. മറ്റുള്ളവർ കാണുക ഇവരൊരു വലിയ തുക കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ കാണുന്നവരെന്ത് പറയും? ഹോ, എന്തൊരു നല്ല കുടുംബം, എന്തൊരു ജനറസ് ആയിട്ടുള്ള ഔദാര്യശീലരായ കുടുംബം എന്ന് ആളുകൾ പറയും. അതായിരുന്നു അവർക്ക് വേണ്ടത്. മറ്റുള്ളവർ ഇവരെക്കുറിച്ച് നല്ല അഭിപ്രായം പറയണം. പക്ഷേ അവർക്കുള്ളത് മുഴുവൻ ദൈവത്തിന് കൊടുക്കാൻ അവർക്ക് മനസ്സുമില്ലായിരുന്നു. ഇവിടെ അപ്പോസ്തലൻ പത്രോസിന് ദൈവം ഒരു വിശേഷമായ ജ്ഞാനം കൊടുത്തു. ആ ജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ വഞ്ചനയാണ് കാണിക്കുന്നതെന്ന് പത്രോസിന് മനസ്സിലായി. അപ്പോൾ പത്രോസ് അവരോട് ചോദിക്കുകയാണ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറേ എടുത്തു വെപ്പാനും സാത്താൻ നിൻ്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? നിങ്ങൾ കൊടുക്കുകയാണ്, ആളുകൾ നിങ്ങൾ കൊടുക്കുന്നവരാണ് എന്ന് പറയുകയാണ്. ആ സമയത്ത് പത്രോസ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം സാത്താൻ്റെ കയ്യിലാണ്. മറ്റുള്ളവരെല്ലാം നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ സാത്താനു വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നവരാകാൻ സാധ്യതയുണ്ട്. അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്. സാത്താൻ ഹൃദയം കൈവശമാക്കിയ ഒരാൾ സഭയിൽ എന്തോ വലിയ കാര്യം ചെയ്യുന്നു, മറ്റുള്ളവർ അത് നോക്കി കൈയടിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തതനുസരിച്ച് പത്രോസ് പറഞ്ഞു, നീ കാണിക്കുന്ന വഞ്ചനയാണ്. എന്താണ് അവർ കാണിച്ച വഞ്ചന? അവർ കാണിച്ച വഞ്ചന മുഴുവൻ കൊടുക്കുന്നു എന്ന് ഭാവിച്ചുകൊണ്ട് മുഴുവൻ കൊടുത്തില്ല. പത്രോസ് അവരോട് ചോദിക്കുന്നത്, വിൽക്കുന്നതിന് മുമ്പ് നിൻ്റെ ആയിരുന്നു, ഇവിടെ ആരും നിന്നോട് ചോദിച്ചില്ല ഇത് വിറ്റ് പണം കൊണ്ടുവരാൻ. വിറ്റ ശേഷവും ആ പണം നിൻ്റെ അല്ലായിരുന്നു, നീ എന്തിനാ അത് കൊണ്ടുവന്നത്? ഇവിടെ ആ പണം ഇവിടെ കൊണ്ടുവരണം എന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ചില ആളുകൾ ഡിമാൻഡ് ചെയ്യും, ദശാംശം അല്ലെങ്കിൽ ഇന്നതിൻ്റെ ദശാംശം ഇവിടെ കൊണ്ടുവരണം, ഈ സഭയിൽ കൊണ്ടുവരണം. പത്രോസ് അങ്ങനെയൊന്നും പറഞ്ഞില്ല. അങ്ങനെ യാതൊരു നിർബന്ധവും ഇല്ലെന്ന് തന്നെയാണ് പത്രോസ് പറഞ്ഞത്. വിൽക്കുന്നതിന് മുമ്പും വിറ്റതിന് ശേഷവും നിൻ്റെ ആയിരുന്നു. പക്ഷേ ഞാനിത് മുഴുവൻ കൊടുക്കുന്നു എന്ന വ്യാജം സഭയിൽ കാണിച്ചതിനാണ് അവന് ശിക്ഷ കിട്ടിയത്. പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, വ്യാജഭാവം. അതായിരുന്നു ഇവിടുത്തെ പ്രശ്നം. ഞാൻ അല്ലാത്ത ഒന്ന് ഞാൻ ആണ് എന്ന് കാണിക്കുന്നതാണ് വ്യാജഭാവം. ഞാൻ വലിയ ഔദാര്യമതിയാണ്, സാമ്പത്തിക കാര്യങ്ങളിൽ എനിക്ക് ദൈവത്തെ ഭയങ്കര വിശ്വാസമാണ് എന്നാണ് ഇയാൾ മറ്റുള്ളവരെ കാണിച്ചത്. പക്ഷേ വാസ്തവം അതല്ലായിരുന്നു. അയാൾക്ക് സാമ്പത്തിക കാര്യത്തിൽ ദൈവത്തിൽ ആശ്രയമോ ദൈവത്തിൽ വിശ്വാസമോ ഇല്ലായിരുന്നു. അപ്പോൾ പത്രോസ് പറയുന്നു, സാത്താൻ നിൻ്റെ ഹൃദയം കൈക്കലാക്കിയിരിക്കുകയാണ്, നീ ഇത് ചെയ്തത് വഞ്ചനയാണ്. ഇത് കേട്ട ഉടനെ അനന്യാസ് വീണ് മരിക്കുകയാണ്. അനന്യാസിനെ കൊല്ലാൻ വേണ്ടിയാണ് പത്രോസ് ഇത് ചെയ്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ പത്രോസ് ഇത് പറഞ്ഞപ്പോൾ അയാൾ വീണ് മരിച്ചു. അത് ദൈവം ചെയ്ത ഒരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. നമ്മളവിടെ വായിക്കുന്നത്, ബാല്യക്കാർ ഉടനെ തന്നെ അവനെ ശീലയിൽ പൊതിഞ്ഞെടുത്തുകൊണ്ട് പോയി കുഴിച്ചിട്ടു എന്നാണ്. സഭയുടെ ചരിത്രത്തിലെ ആദ്യത്തെ വിവാഹം ഏതാണ് നമുക്ക് അറിഞ്ഞുകൂടാ. ആദ്യം വിവാഹം നടത്തിയത് ഏതാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ആദ്യത്തെ ശവസംസ്കാരം ഏതാണെന്ന് നമുക്കറിയാം. അതിതാണ്, അനന്യാസിൻ്റെയും സഫീറയുടെയും ശവമടക്കാണ്. അവിടെ ശവസംസ്കാര ശുശ്രൂഷയൊന്നുമില്ലായിരുന്നു. സുദീർഘങ്ങളായ അനുസ്മരണങ്ങളോ ഇതുപോലെ ദൈവഭക്തനോ ഉദാരമതിയുമായ ഒരു സഹോദരനൊന്നും ആരും പറഞ്ഞില്ല. നേരെ കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഇവിടെ നമുക്ക് സംശയം തോന്നുന്നൊരു കാര്യം, കുറേ സമയം കഴിഞ്ഞ് ഈ സ്ത്രീ വരികയാണ്. അപ്പോൾ സ്ത്രീ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് ചിലർ പറയാറുണ്ട്. എനിക്കത് തോന്നുന്നില്ല അത് ശരിയാണെന്ന്. ഈ ഭർത്താവ് മരിച്ച കാര്യം അവർ അറിഞ്ഞു കാണും. എന്നാൽ ഭർത്താവ് എന്തുകൊണ്ടാണ് മരിച്ചതെന്നൊരു പക്ഷേ അവൾ അറിഞ്ഞു കാണില്ല. അതുകൊണ്ടാണ് പത്രോസ് അവളോട് ചോദിച്ചു, ഇതേ തോയ്ക്ക് തന്നെയാണോ നിങ്ങൾ വിറ്റത്? അവൾ പറഞ്ഞു, പിന്നെ അതെ. അവളും വീണ് മരിച്ചു. അപ്പോൾ ഇവിടെ വലിയ രണ്ട് അത്ഭുതങ്ങളാണ് നടന്നത്. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ച രണ്ടുപേർ, ഇവർ രണ്ടുപേരും ഒത്തോണ്ടാണ് ഈ വ്യാജം കാണിച്ചത്. എന്നാൽ സഭയിൽ അവർ രണ്ടായിട്ടാണ് വന്നത്, ഒരുമിച്ചല്ല വന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മറ്റുള്ളവരുമായി ചേർന്ന് വ്യാജം ചെയ്താലും നമ്മൾ ഓരോരുത്തരായിട്ട് വേണം അതിൻ്റെ കണക്ക് കൊടുക്കാൻ.
ഇവർ രണ്ടുപേരും പറഞ്ഞൊത്തു, ഭാര്യയും ഭർത്താവും കൂടി ഇത്രയും കൊടുക്കണ്ട എന്ന്. പക്ഷെ അതിൻ്റെ ശിക്ഷ വന്നത് കണ്ടോ? ഓരോരുത്തരായി കണക്ക് പറയേണ്ടി വന്നു. മറ്റുള്ളവർ ചെയ്തുകൊണ്ടാണ് ഞാനും ചെയ്തത്, മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ടാണ് ഞാനും ചെയ്തത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം മുമ്പാകെ ഓരോരുത്തർ കണക്ക് കൊടുക്കേണ്ടി വരും. ഇവിടെ ഈ വലിയ അത്ഭുതം നടന്നു. ഒരു അത്ഭുതമാണ്. അത്ഭുതം നടന്നത് ദൈവസഭയ്ക്ക് ശുദ്ധീകരണത്തിന് കാരണമായി. കാരണം ഒരുപാട് ആളുകൾ വിശ്വസിക്കുമ്പോൾ ചില ആളുകൾക്ക് എന്നാൽ ഈ കൂടെ കൂടിയേക്കാം എന്ന് തോന്നും. പക്ഷേ ഇങ്ങനെയൊരു സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. വെറുതെ പേരിന് കൂടേണ്ട ഒരു പ്രസ്ഥാനമല്ല ഇത്. അങ്ങനെ ചെയ്താൽ അത് അപകടമാണ്. ദൈവസഭയുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ദൈവം ചില ശിക്ഷാ നടപടികൾ നടപ്പാക്കാറുണ്ട്. അന്ന് കാലത്ത് നടന്നതുപോലെ ഇന്ന് നടക്കാത്തത് കൊണ്ടാണ് ഇന്ന് നമ്മിൽ അനേകരും ജീവിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്നും ദൈവം ചില ശുദ്ധീകരണ നടപടികൾ കൈക്കൊള്ളും. അത് സഭയുടെ ശുദ്ധീകരണത്തിനാണ്. നമ്മൾ ഓർത്തിരിക്കേണ്ട പാഠം, നമ്മൾ എന്താണോ അതല്ല എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ ശ്രമിക്കരുത്. നമുക്ക് വളരെ ട്രാൻസ്പെറൻ്റായി നമ്മുടെ ഉള്ളിൽ എന്താണോ അത് തന്നെ പുറത്തും കാണിക്കാം. നമുക്ക് ഇത്രേ കൊടുക്കാനുള്ളെങ്കിൽ അത് കൊടുത്താൽ മതി. അല്ലാതെ ഞാൻ കൂടുതൽ കൊടുക്കുന്നവനാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കേണ്ട. അത് വ്യാജഭാവമാണ്. അത് പരിശുദ്ധാത്മാവിനോട് ചെയ്യുന്ന വഞ്ചനയാണ്. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.